ശ്രീമതി ദീപാനിൽ, ഇവിടെ അങ്ങേറ്റം ഗൗരവതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ആരോപണങ്ങളോടൊപ്പം തന്നെ ചില ഗ്രൂപ്പ് കളികളും സജീവമായി എന്ന് പറയണ്ടേ കോൺഗ്രസിനുള്ളിൽ. കാരണം രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ തങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് DCCയിലടക്കം ചിലർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് ഷാഫി പക്ഷം പറയുന്നു. മറുപക്ഷം, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല പക്ഷം, KC വേണുഗോപാൽ പക്ഷം, ഇവരുമൊക്കെ തന്നെ സജീവമായി നിൽക്കുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പക്ഷം ഒന്നും പ്രത്യക്ഷത്തിൽ വരുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഭാര്യ ആശയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ഈ അടുത്ത മണിക്കൂറിൽ ശ്രദ്ധിച്ചിരിക്കും. വളരെ ഭയത്തോടു കൂടിയാണ് സ്ത്രീകൾ പലരും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീണ്ട കുറിപ്പ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് സംശയമൊന്നുമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഈ അവസരം മുതലെടുക്കുന്നുണ്ട് ചിലർ കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? നോക്കൂ, ശ്രീ KC വേണുഗോപാലിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ എനിക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടിയിൽ ഒരു ഭാരവാഹിത്വമോ ഒന്നും വഹിക്കുന്ന ആളല്ല. അവരുടെ ഭർത്താവ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണെന്നുള്ള രീതിയിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഉത്തരം പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്വമോ എനിക്കില്ല എന്ന് ഞാൻ ജനം TVയോട് പറയാണ്. പിന്നെ ഷാഫി പറമ്പിലിന്റെ ഗ്രൂപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റവരുടെ ഗ്രൂപ്പ് ഇങ്ങനെയാണ്, പ്രവർത്തകർ രാജിവെക്കുമെന്ന് പറയുന്നു എന്നൊന്നും കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല. ജനം TVക്ക് എങ്ങനെയാണ് അത് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി ശ്രീ പിന്റു മഹാദേവ് ഇവിടെ വന്നിട്ട് പറയുകയുണ്ടായി. ശ്രീമതി ദീപാനിൽ, പാലക്കാട് DCCയിലെ 4 അംഗങ്ങൾ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ തങ്ങൾ രാജിവെക്കും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ ഭിന്ന അഭിപ്രായങ്ങൾ എന്നുള്ളത് വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നടക്കില്ല. ഞാൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അത് പൂർണ്ണമായിട്ട് അത് പറയാനായിട്ട് അനുവദിക്കണം. അതിനിടയിൽ നിങ്ങളുടെ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നതിന് കാര്യമില്ല. അത് നിങ്ങളുടെ അജണ്ട എന്നിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ടൂളായിട്ട് എന്നെ ഉപയോഗിക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ശ്രീ പിന്റു മഹാദേവ് പറയണ്ടായി, ഇവിടെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അപമാനമാണ്. നമ്മൾ കേരളം മാത്രം എടുക്കണ്ട, വലിയൊരു ലാർജ് ഫ്രെയിമിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തെ എടുത്തു നോക്കൂ. ബ്രിജേഷ് ഭൂഷൺ എന്ന് പറയുന്ന നിങ്ങളുടെ MP യെ കുറിച്ചിട്ട് എത്ര പരാതികളാണ് സ്പോർട്സ് താരങ്ങളിൽ നിന്ന് വന്നത്? അവിടെ എത്ര ദിവസമാണ് ജന്തർ മന്ദറിൽ അവര് സമരമിരുന്നത്? അവര് കഷ്ടപ്പെട്ട് നേടിയെടുത്ത മെഡലുകൾ പോലും ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന, തീർത്തും സ്ത്രീ പീഡകനായിട്ടുള്ള ബലാത്സംഗ കേസ് പോലും ആരോപിക്കപ്പെട്ട ആ ബ്രിജേഷ് ഭൂഷണിനെതിരെ എന്ത് നടപടിയാണ് BJP എടുത്തത്? അങ്ങോട്ട് പോട്ടെ, പോക്സോ കേസിൽപ്പെട്ട യെദ്യൂരപ്പയ്ക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? എന്തെങ്കിലും നടപടി എടുത്തോ? അതിന് പകരം പാർട്ടിയിലെ ഉന്നത സ്ഥാനം അദ്ദേഹം തുടർന്നുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, കോൺഗ്രസ് അതിന്റെ ധാർമ്മികത കാണിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ മാന്യതയും മര്യാദയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ജലീൽ പുനലൂർ പറഞ്ഞ കാര്യം, ഇവിടെ ഗ്രൂപ്പിസത്തിന്റെ കാര്യം പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഉടനെ പറയുകയാണ് അത് ഗ്രൂപ്പിസം കൊണ്ട് പറയുകയാണെന്ന്. എന്താ രാഹുൽ രാജിവെക്കണ്ടേ? പിന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും മറ്റു നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്യേണ്ടത് ആരാണ്? കോൺഗ്രസ് ആണോ? ഇവിടെ CPM അല്ലേ, LDF അല്ലേ ഭരിക്കുന്നത്? ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് ശ്രീ പിണറായി വിജയനല്ലേ? അദ്ദേഹത്തിന്റെ പോലീസ് അല്ലേ നടപടി എടുക്കേണ്ടതും അന്വേഷിക്കേണ്ടതും? അത് കോൺഗ്രസ് ആണോ ചെയ്യേണ്ടത്? ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നു, സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തി, ഗുരുതരമായ ആരോപണമാണെന്ന് അറിഞ്ഞതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണം, ജനപ്രതിനിധി എന്ന സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു. പിന്നെ ശ്രീ ജലീൽ പുനലൂർ ഇപ്പൊ പറഞ്ഞ അവരുടെ പാർട്ടിയിലെ ആഭാസന്മാർ, ഞാനല്ല പറഞ്ഞത് ആഭാസന്മാർക്ക്, അദ്ദേഹമാണ് പറഞ്ഞത്. ഈ ആഭാസന്മാരൊക്കെ ഈ ആഭാസത്തരം കാണിച്ചപ്പോ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണോ താഴോട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഒരു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളെ ഇനി ഇതിന് മേളിലേക്ക് എവിടെയാ കയറ്റി വെക്കാനുള്ളത്? അതുപോലെ തന്നെ മുകേഷ് MLA എവിടെയാ ഇപ്പൊ ഇരിക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച പോലെയുള്ള ഗുരുതരമായ ആരോപണം. പിന്നെ ഒരു കാര്യം പറയാം, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും ഒരു കൂട്ടം സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും അത് പീഡനം തന്നെയാണ്. അതിനൊന്നും വ്യാപ്തിയും തീവ്രതയും ഒന്നും കൂട്ടയും കുറയ്ക്കല്ല. പിന്നെ ഈ തീവ്രത അളക്കാനായിട്ടുള്ള മെഷീനുമായിട്ട് ഞങ്ങൾ ഒരു നേതാക്കന്മാരെ
ഈ സ്ത്രീകളുടെ അടുത്ത് വിട്ടിട്ടില്ല. ഞങ്ങൾ തീരുമാനമെടുക്കുക അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവർക്ക് നടപടി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ പാർട്ടിയും കോടതിയും പോലീസും ഒക്കെ സ്വന്തമായിട്ടുള്ളവർ അങ്ങനെ പലതും പറയുമായിരിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും വീണ്ടും മത്സരിച്ചില്ലേ, MP ആയില്ലെന്ന് ചോദിക്കുമ്പോ കാസർകോട്ടെ ജനങ്ങളെ ഇവരെന്താ വിചാരിക്കുന്നത്? കാസർകോട്ടെ ജനങ്ങൾ വോട്ട് ചെയ്താണ് രാജ്മോഹൻ ഉണ്ണിത്താനെ MP ആക്കിയത്. ഞങ്ങളൊരു സീറ്റ് കൊടുത്തു, കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റ് കൊടുത്തു, അവിടെ വിജയിപ്പിച്ച് 2 പ്രാവശ്യം MP ആക്കിയത് അവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ ധാർമ്മികതയെ കൂടിയല്ലേ ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്? ഒരു ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കാനായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനായിട്ട് എന്ത് വിളിച്ചു പോവാന്നാണ് ഇവരുടെയൊക്കെ വിചാരം? ഒന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനസമൂഹത്തിന് അറിയാം തികച്ചും ധാർമ്മികമായ ഈ കേസിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റത്തെ നീതിയുക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളതെന്നുള്ള എല്ലാവർക്കും അറിയാം. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീമതി ദീപ അനിൽ, ആ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും ആർജവവും ധാർമ്മികതയും ഒക്കെ ആദ്യ മണിക്കൂറുകളിൽ എവിടെയായിരുന്നു എന്നുള്ളതാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് മുതിർന്ന നേതാക്കൾ അടക്കം എത്തിച്ചേരുന്ന ഒരു നിലപാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ധാർമ്മികത പൊതുസമൂഹത്തിൽ കോൺഗ്രസിന് ഇല്ലായിരുന്നു. അതല്ല, ഈ ധാർമ്മികത പെട്ടെന്ന് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഉടലെടുത്തതാണോ ശ്രീമതി ദീപ അനിൽ? എന്താണ് എന്താണ് ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? താങ്കൾ എന്നെ പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. താങ്കൾ എന്റെ ഉത്തരങ്ങളിൽ കയറി ഇടപെടുകയും എന്നോട് ഒരു അവതാരകരായിരിക്കുമ്പോ ഒരു ചേരിയുടെ ഭാഗമായിട്ട് നിന്നല്ല, നിഷ്പക്ഷമായിട്ടുള്ള ഒരു പ്രതികരണമാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രീമതി ദീപ അനിൽ, താങ്കൾ പറഞ്ഞു നിർത്തിയിടത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ധാർമ്മികതയൊക്കെ ആർജവവും ഒക്കെ ആദ്യ മണിക്കൂറുകളിൽ എവിടെയായിരുന്നു എന്നുള്ളതാണ്. ആദ്യ മണിക്കൂറിൽ തന്നെയല്ലേ സംഘടനാ സംവിധാനത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയത്? അതെ, അപ്പോൾ തന്നെ MLA സ്ഥാനം രാജിവെക്കണം. അല്ല, ഞാൻ പറയട്ടെ, ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആള്, ഒരു ജനപ്രതിനിധി, ഇത്രയധികം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു വ്യക്തി, അവർക്ക് കോൺഫിഡൻസ് ഇയാളിലുള്ളത് കൊണ്ടാണല്ലോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അതേ കോൺഫിഡൻസ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുമ്പോൾ നമുക്കും ഉണ്ടായിരുന്നു. അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ പാർട്ടിയുടെ ജനം TV ആണെന്ന് വിചാരിച്ച് ഇന്റർഫിയർ ചെയ്യരുതേ. ജനം TV ആണെന്ന് വിചാരിച്ച് BJP-ക്കാർ കൂടുതൽ ശബ്ദം ഉയർത്തരുതേ. പറഞ്ഞു കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരാളാണ്. ആദ്യം കോൺഗ്രസിന്റെ കൈപ്പത്തി നിങ്ങൾ രാജിവെക്കാൻ പറയുക അദ്ദേഹത്തിനോട്. അതല്ല നിങ്ങളുടെ രാജിവെക്കാനുള്ള തീരുമാനം തന്നെ എടുത്തേക്കണം. ഇവിടെ എന്തിനാണ് നിങ്ങൾ വൈകുന്നത്? എന്തിനാണ് വൈകുന്നത്? നിങ്ങൾ സ്ത്രീ സമൂഹത്തിന്റെ സംരക്ഷകരാണെങ്കിൽ, സ്ത്രീത്വത്തിനെ പറ്റി വാദിക്കുന്നവരാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആളുകൾ രാജിവെക്കണമെന്ന് അങ്ങ് ഉറക്കെ പറയൂ. അതിനെന്താ അങ്ങേക്ക് മടി? കോൺഗ്രസിന്റെ ഒരു MP-യെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. ഇവിടുത്തെ ഇന്നത്തെ അമ്മയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ശ്രീ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നടി എന്താ അമ്മയുടെ കേസല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അമ്മയുടെ കേസ് അല്ലെങ്കിൽ അമ്മയുടെ കേസ് പോലെയാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിന് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇത് നിങ്ങൾ കോൺഗ്രസുകാരുടെ ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് മേഡം. ഇത് നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് വരുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കണ്ണീരിൽ നിന്നാണ് നിങ്ങളുടെ പ്രസ്ഥാനം തന്നെ ജന്മെടുത്തിട്ടുള്ളത്. അതിന്റെ ചരിത്രം തന്നെ അതാണ് മേഡം. അതിന്റെ പേരിലുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ശരി, അല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ തിരിച്ചടി നേരിടും എന്ന് കണ്ടതുകൊണ്ടല്ല. ആദ്യ മണിക്കൂറിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി മാത്രം രാജിവെച്ച് ഒതുക്കി തീർക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തന്നെ കൂടുതൽ വാട്സാപ്പ് ചാറ്റുകളും അതോടൊപ്പം തന്നെ ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നപ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് എടുത്ത തീരുമാനം. പക്ഷെ അതൊക്കെയാണ് കോൺഗ്രസിന്റെ ആർജവവും ധാർമ്മികതയുമായിട്ടൊക്കെ ഈ അവസാന മണിക്കൂറിൽ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലേ?